സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. കോഴിക്കോട് കൊടുവള്ളിയിൽ സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് 2 കിലോ സ്വർണം കവർന്നു. കടയടച്ച് വീട്ടിൽ പോവുകയായിരുന്ന മൂത്തമ്പലം സ്വദേശി ബൈജുവിനെ ആക്രമിച്ചാണ് കാറിലെത്തിയ 5-അംഗ സംഘം സ്വർണം തട്ടിയെടുത്തത്. പെരിന്തൽമണ്ണയിൽ വ്യാപാരികൾ ആക്രമിച്ച് സ്വർണം തട്ടിയെടുത്തത് ഒരാഴ്ച പിന്നിടുമ്പോഴാണ് സമാന സംഭവം കൊടുവള്ളിയിലും ഉണ്ടാകുന്നത്. ഒരു വെള്ള വണ്ടി വന്ന് തട്ടിച്ചാണ് എത്ര മണിക്ക് സംഭവം നടക്കും? ഒരു 10 മിനിറ്റ്. വെള്ള കാർ വണ്ടി പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അത് പിന്നെ അതിന്റെ രീതിയിൽ നടക്കുന്നു. അതുകൊണ്ട് അന്വേഷണത്തിൽ പോലീസ് ബാക്കി കാര്യങ്ങൾ വിശദാംശങ്ങളുമായി സുവി വിശ്വനാഥ് ചേരുന്നു. സുവി, കഴിഞ്ഞ ആഴ്ചയാണ് മലപ്പുറം പെരിന്തൽമണ്ണയില് സ്വർണ്ണ വ്യാപാരിയിൽ നിന്നും 3 കിലോയോളം സ്വർണം തട്ടിയെടുത്തത്. ആ കേസിൽ നിരവധി പേരെ, അതായത് 10-ലധികം കവർച്ചാ സംഘത്തെ പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പിടികൂടിയിരുന്നു. പക്ഷേ ഈ കേസിൽ, ഈ കൊടുവള്ളിയിൽ സ്വർണം കവർന്ന കേസിൽ പ്രതികളെ തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഈ കൊടുവള്ളി കേന്ദ്രീകരിച്ച് സ്വർണം പൊട്ടിക്കൽ സംഘമൊക്കെ വളരെ സജീവമായിട്ടുള്ള ഒരു മേഖലയാണ്. അങ്ങനെ സ്വർണം പൊട്ടിക്കൽ സംഘമായിരിക്കുമോ ഇതിന് പിന്നിൽ? പോലീസിന് പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ സുവി? നിലവിൽ പോലീസിന് പ്രതികളെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിട്ടില്ല. പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ച നടന്ന് അതിന് സമാനമായ ഒരു സംഭവം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നടക്കുന്നത് ഞെട്ടിക്കുന്നതാണ്. ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. സ്വർണ്ണ വ്യാപാരിയെ തന്നെയാണ് അക്രമികൾ ലക്ഷ്യമിട്ടിരുന്നത്. സ്കൂട്ടറിൽ പോവുകയായിരുന്ന ഈ സ്വർണ്ണ വ്യാപാരിയുടെ പുറകെ കാറിന് പോയി ആണ് ഈ 5-അംഗ സംഘം ഇടിച്ചു വീഴ്ത്തിയത്. അതിനുശേഷം കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഏറെ ദൂരം ഈ സ്വർണ്ണ വ്യാപാരിയെ ഫോളോ ചെയ്ത് ഈ അക്രമി സംഘം പോയിരുന്നു എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. 2 കിലോയോളം സ്വർണമാണ് ഇത്തരത്തിൽ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണയിൽ 3.5 കിലോ സ്വർണമായിരുന്നു. അന്ന് 10 പേരോളം അടങ്ങുന്ന സംഘമാണ് ഈ സ്വർണം വ്യാപാരിയെ ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ഇത്തവണ 5 പേരാണ് അതിൽ ഉള്ളത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. കൊടുവള്ളി മുത്തമ്പലത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് കൊടുവള്ളിയിൽ ഇത്തരത്തിലുള്ള നിരവധി സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള നിരവധി സംഭവങ്ങൾ അരങ്ങേറാറുണ്ട്. അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ സ്വർണ്ണ വ്യാപാരിയുടെ നേരെയുള്ള അക്രമവും ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ നമ്മൾ എടുത്തു പറയണം. ഏതായാലും സംഘമെത്തിയ കാറിന്റെ നമ്പർ, ഒരു കാറിലാണ് ഈ സംഘം പിന്തുടർന്നിരുന്നത്. പെരിന്തൽമണ്ണയിലും സമാനമായിരുന്നു. ഒരു കാറിൽ തന്നെയായിരുന്നു സ്വർണ്ണ വ്യാപാരിയെ പിന്തുടർന്നിരുന്നത്. ഈ കാറിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 5-അംഗ സംഘത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. നമുക്കറിയാം, ഈ പെരിന്തൽമണ്ണയിലെ സ്വർണ്ണ കവർച്ചാ കേസ് പരിശോധിച്ചാൽ അവിടെ ഒരു 2 വർഷം നീണ്ട ആസൂത്രണം ആ കവർച്ചയ്ക്ക് പിന്നിലുണ്ടായിരുന്നു. ആ കേസിലെ ഈ പെരിന്തൽമണ്ണയിലെ സ്വർണ്ണ കവർച്ചാ കേസിലെ പ്രതികളിൽ നിരവധി പേർ, അതായത് 5ഓളം പേർ ഇപ്പോഴും പുറത്തുണ്ട്. അവരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആ ഒരു കവർച്ചാ കേസ് പരിശോധിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലുള്ള, അതായത് കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഒരിക്കൽ പോലും നേരിട്ട് കാണാത്തവർ ഫോണിലൂടെ ആസൂത്രണം ചെയ്ത് ജയിലിൽ വെച്ച് പരിചയപ്പെട്ട് അങ്ങനെ ഒരു വലിയ സംഘമായി തിരിഞ്ഞ് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു കവർച്ചയായിരുന്നു പെരിന്തൽമണ്ണയിലേത്. അങ്ങനെ തന്നെ സംശയിക്കണോ? അത്തരം ഒരു കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കവർച്ചയെന്ന് തന്നെ സംശയിക്കേണ്ടതല്ലേ ഈ കൊടുവള്ളിയിലെ കവർച്ചയും? സ്വാഭാവികമായും പോലീസ് ആ രീതിയിൽ തന്നെയുള്ള സംശയമാണ് പോലീസിനുമുള്ളത്. ഒപ്പം തന്നെ ഇതിന് കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു. കാരണം ദിവസങ്ങളോളം വ്യാപാരിയെ നിരീക്ഷിച്ചിട്ടുണ്ടാകണം, വ്യാപാരി പോകുന്ന കാര്യങ്ങൾ അറിയണം, വ്യാപാരിയുടെ കൈവശം പണം ഉണ്ട് അല്ലെങ്കിൽ സ്വർണമുണ്ട് എന്ന കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളുകൾ ഇതിനു പിന്നിൽ ഉണ്ടായിരിക്കണം എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രത്യേകിച്ചും ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ നടക്കുന്ന 2ാമത്തെ സ്വർണ്ണ കവർച്ചയാണിത്. സമാനമായ രീതിയിലുള്ളതാണ്. സമാനമായ രീതിയിൽ തന്നെയുള്ള ആക്രമണ രീതിയാണ് അക്രമകാരികൾ, മോഷ്ടാക്കൾ പിന്തുടർന്നിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് പോലീസ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതായത് പെരിന്തൽമണ്ണ സംഘവുമായി എന്തെങ്കിലും
തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നും അന്വേഷിച്ചു വരുന്നുണ്ട്. 5 അംഗ സംഘമാണ് എന്ന കാര്യമാണ് ഇപ്പോൾ പോലീസിന് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. 2 കിലോ സ്വർണ്ണമാണ് കവർന്നിരിക്കുന്നത്. 5 അംഗ സംഘമാണ് എന്നതാണ് ലഭിച്ചിരിക്കുന്ന വിവരം. അവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ ഊർജിതമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ടോം, ഇത് ഒരു പ്രാദേശിക, അതായത് കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ളവരായിരിക്കുമോ ഇതിന് പിന്നിൽ? അതല്ലെങ്കിൽ ഒരു പ്രാദേശിക സഹായം ഈ കവർച്ചാ സംഘത്തിന് ലഭിച്ചിരിക്കുമോ? പോലീസിന് നിലവില് ഈ കവർച്ചയ്ക്ക് ഇരയായ സ്വർണ്ണ വ്യാപാരി പ്രതികളെ തിരിച്ചറിയാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇതിനു മുൻപ് ഇത്തരമൊരു നിരീക്ഷണം, ഈ സ്വർണ്ണ കടയും ഇദ്ദേഹത്തിന്റെ വീടും ഒക്കെ കേന്ദ്രീകരിച്ചൊരു നിരീക്ഷണം ഉണ്ടായതായി ഏതെങ്കിലും ഇതിലുള്ള മൊഴി പോലീസിന് നൽകിയിട്ടുണ്ടോ? അത്തരത്തിലുള്ള മൊഴിയൊന്നും നൽകിയിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷേ അക്രമികളെ കണ്ടാൽ തിരിച്ചറിയാം എന്ന് സ്വർണ്ണ വ്യാപാരി പോലീസിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു പ്രാദേശിക സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന സൂചനകളും സ്വർണ്ണ വ്യാപാരിയിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രാദേശിക സഹായം ലഭിക്കാതെ ഇത്തരത്തിൽ ഒരു വലിയ കവർച്ച നടത്താൻ കഴിയുകയില്ല എന്നാണ് സ്വർണ്ണ വ്യാപാരി പറയുന്നത്. കാരണം താൻ പോകുന്ന സമയം, താൻ പോകുമ്പോൾ ബാഗിൽ കൈവശം വെച്ചിരിക്കുന്ന സ്വർണത്തിന്റെ അളവ്, ഇതെല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ആരെങ്കിലും വഴിയായിരിക്കണം ഈ സ്വർണ്ണ കവർച്ച ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കൃത്യമായ ഒരു ആസൂത്രണം ഇതിനു പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നു. പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ചാ കേസിൽ 2 വർഷമാണ് ആസൂത്രണം നടന്നതെങ്കിൽ അത്തരത്തിൽ ഒരു ദീർഘകാലയളവ് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലേക്കൊന്നും എത്താൻ സാധിച്ചിട്ടില്ല. ഒരാളെ പോലും ഇതുവരെയും മണിക്കൂറുകൾക്ക് ശേഷവും പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പോലീസ് പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുക തന്നെയാണ്. ടോം, വ്യക്തമാണ്. സുബി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ആഴ്ചയാണ് മലപ്പുറം പെരിന്തൽമണ്ണയിൽ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച്, അതായത് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്നു സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് 3 കിലോയോളം സ്വർണം കവർന്നത്. ആ കേസിൽ നിരവധി പ്രതികൾ, 10ലധികം പ്രതികൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് ഇപ്പോഴും. പക്ഷേ കേസിലെ കൂട്ടാളികളെ വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് കോഴിക്കോട് കൊടുവള്ളിയിലും സമാനമായ രീതിയിലും ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് 2 കിലോയോളം സ്വർണം തട്ടിയെടുത്തത്. ആസൂത്രിതമായ കവർച്ചയായിരുന്നു കൊടുവള്ളിയിലേതും എന്നാണ് പോലീസ് നൽകുന്ന വിവരം.